അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ എഴുതിക്കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. എഴുതുക എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റോ എസ്സേയോ ഒന്നുമല്ല, നല്ല നല്ല സ്റ്റോറീസ് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റോറീസ് എത്ര പേര് വായിക്കുന്നു, എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നു, അതിനനുസരിച്ചായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്ന പൈസ കിട്ടുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് എത്ര വ്യൂസ് ഉണ്ടാവുമോ അതിനനുസരിച്ച് നമുക്ക് ഏണിങ്സ് കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരാൾക്ക് വ്യൂസ് കുറവായിരിക്കും, എന്നിരുന്നാൽ കൂടി നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് അവരെ കൊണ്ട് ഓപ്പൺ ആക്കിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യൂസ് കൂട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നോ രണ്ടോ റൈറ്റേഴ്സ് അല്ല, 1,00,000 കൂടുതൽ റൈറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഇച്ചിരി കൂടുതലായിരിക്കും. നല്ല നല്ല സ്റ്റോറീസ് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്ലോഡ് ചെയ്ത ആ ഒരു സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അത് പബ്ലിഷായി ഒത്തിരി വ്യൂസ് കിട്ടിയെന്ന് കരുതുക. ആ ഒരു സ്റ്റോറീസ് അവരെന്ത് ചെയ്യുമെന്ന് അറിയാം, അത് ഒരു ഡിജിറ്റൽ ഫോമാക്കി മാറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, കുക്കു FM പോലുള്ള FM-ൽ അവർ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്തില്ലേ, അതിലേക്ക് നമ്മുടെ സ്റ്റോറീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അവർ അങ്ങനെ ഒരു ഡിജിറ്റൽ ഫോമിലോട്ടാക്കി മാറ്റുന്നതാണ്. അതിലൂടെ നമുക്ക് കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്നതും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഏണിങ്സ് കിട്ടുന്നതുമാണ്. അങ്ങനത്തെ നല്ല അടിപൊളിയായിട്ടൊരു സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം വീഡിയോ ഫുൾ കാണുക, എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഒരു അന്വേഷണമൊക്കെ നടത്തി ഗൂഗിളിലും ട്രസ്റ്റ്പാഡിലും ഒക്കെ സെർച്ച് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സൈറ്റിൽ വർക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കാൻ പറ്റുന്നതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് നമുക്ക് വീട്ടിലിരുന്ന് എഴുതിയിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സൈറ്റാണ്. സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ സ്ട്രേ റൈറ്റിംഗ് എന്നാണ്. ഇതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം, അത് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വരുന്ന ആദ്യത്തെ ആ ഒരു സൈറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ സ്റ്റോറീസുകളാണ്. അതിപ്പം നല്ല സ്റ്റോറീസ് എഴുതാൻ അറിയാവുന്നവർക്ക് ഈ എഴുതിയിട്ട് ഇതിൽ പബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ല സ്റ്റോറീസൊക്കെ എഴുതി ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ സൈറ്റ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇങ്ങനൊരു വിൻഡോ ഇവിടെ ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം നല്ല റിവ്യൂസും ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സൈറ്റാണ് സ്ട്രേ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതുണ്ട് 1,00,000 കൂടുതൽ റൈറ്റേഴ്സ് ഉണ്ട്. 25 ലാംഗ്വേജിൽ നമുക്ക് റൈറ്റിംഗ് ചെയ്യാം. 130 കൺട്രീസിൽ ഈ ഒരു സൈറ്റ് അവൈലബിൾ ആണ്. അതല്ലാതെ 3 ലക്ഷത്തോളം സ്റ്റോറീസ് ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 10 മില്യൺസ് ഓഫ് ഗ്ലോബൽ യൂസേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നല്ലപോലെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണ്. റീഡ് ചെയ്യാനായിട്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സ്റ്റേ റൈറ്റിംഗ് ഈസ് വൺ സ്റ്റെപ്പ് റൈറ്റിംഗ് പ്ലാറ്റ്ഫോം ആൻഡ് കോമ്പിനേഷൻ റൈറ്റിംഗ്, പബ്ലിഷിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് ബുക്ക് അഡാപ്റ്റിംഗ്. അപ്പോൾ ഇവർ പറയുന്നത് ഇതൊരു 1 സ്റ്റെപ്പായിട്ടുള്ള റൈറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. നമുക്കിവിടെ എത്ര വേണേലും സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്റ്റോറീസ് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവരത് പബ്ലിഷ് ചെയ്തതിൽ നമുക്ക് എത്ര വ്യൂസ് കിട്ടുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് കിട്ടുക. വ്യൂസിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് വ്യൂസ് കിട്ടുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാൽ കൂടി നമ്മളതിൽ നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ എഴുതുന്ന ലാംഗ്വേജസിലായാലും കൈയക്ഷരങ്ങളിലൊക്കെ ഇച്ചിരി ഡിഫറെൻ്റ് വരുത്തി, അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് നല്ല വെറൈറ്റി ആയിട്ട് ആദ്യത്തെ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ വായിക്കുന്നവരെ നമ്മുടെ സ്റ്റോറീസിലോട്ട് ആകർഷിക്കാൻ പറ്റത്തക്ക രീതിയിൽ വേണം നിങ്ങൾ എപ്പോഴും സ്റ്റോറീസ് എഴുതാനായിട്ട്. അങ്ങനെ നല്ല രീതിയിൽ സ്റ്റോറീസ് നമ്മൾ അപ്ലോഡ് ചെയ്താൽ വ്യൂസ് പെട്ടെന്ന് കിട്ടും. അതും ഈ ഒരു സൈറ്റിൽ 1-2 വ്യൂസ് ഒന്നും അല്ല ഉള്ളത്, 100 മില്യൺസ് ഓഫ് ആൾക്കാർ ഈ ഒരു സൈറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1,00,000 കൂടുതൽ റൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 1,00,000 കൂടുതൽ റൈറ്റേഴ്സ് ഉള്ള ഒരു സൈറ്റിലേക്കാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അല്ല, സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രിപ്പറേഷൻസും ക്രിയേഷൻസും ഒക്കെ നിങ്ങൾ ആ ഒരു സ്റ്റോറീസിൽ ഉണ്ടായിരിക്കണം. അത് അപ്ലോഡ് ചെയ്യണം. അപ്പം ഇവിടെ പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു സ്റ്റോറീസിൻ്റെ ഹോം പേജസ് ഒക്കെ ഇതിനും ഈ ഒരു സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളവരുടെയൊക്കെയാണ് ഈ കാണുന്നത്. നിങ്ങൾക്കപ്പം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എക്സാമ്പിളായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. കോപ്പി അടിക്കരുത്, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. അപ്പോൾ 25 കൺട്രീസിൽ അവൈലബിൾ ആണ്. പിന്നെ ഇത് നമുക്ക് എന്താണ് ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യാം, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഡിജിറ്റലായിട്ടുള്ള സ്റ്റോറീസിൻ്റെ ഇതിൽ നമ്മുടെ സ്റ്റോറീസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റും. എന്ന് വെച്ചാൽ ഡിജിറ്റൽ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ ഈ കുക്കു FM എന്നൊക്കെ പറയുന്നിടത്ത് ഇപ്പം പുതിയ ഓരോ സ്റ്റോറീസ് അവർ ഇറക്കുന്നില്ലേ, അതുപോലെ നമ്മുടെ ഈ ഒരു സൈറ്റിൽ നമ്മൾ സ്റ്റോറി പബ്ലിഷ് ചെയ്തു, അതൊരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതൊരു ഫേമസ് ആവുകയാണെങ്കിൽ അങ്ങനത്തെ സ്റ്റോറീസൊക്കെ എടുത്ത് അവർ ഡിജിറ്റലായിട്ട് നമ്മുടെ ഈ കുക്കു FM പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഇവർ ഡിജിറ്റലാക്കിക്കൊണ്ട് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. അങ്ങനെ നമ്മുടെ സ്റ്റോറീസിന് അഡീഷണലായിട്ട് പബ്ലിസിറ്റി കിട്ടുന്നതായിരിക്കും. അങ്ങനെ എന്തുകൊണ്ടും ഈ ഒരു നല്ല ഒരു സൈറ്റാണ്. നന്നായിട്ട് എഴുതാൻ കഴിവുള്ളവർക്ക് ഈ ഒരു സൈറ്റ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ എഴുതാൻ അറിയത്തില്ല, നിങ്ങൾക്ക് മലയാളം ലാംഗ്വേജ് അറിയത്തുള്ളെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ മലയാളത്തിൽ നല്ലപോലെ എഴുതുക, എഴുതിയിട്ട് നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ ഹെൽപ്പോടുകൂടി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊരു പബ്ലിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സൈറ്റാണ്, നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ ടാലൻറ്റും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സൈറ്റാണ്. മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.